താൽക്കാലിക ചുമതലയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിലെ DCC പ്രസിഡന്റുമാർക്ക് മാറ്റം ഉണ്ടാകുമെന്നാണ്. അക്കൂട്ടത്തിൽ പുതിയ DCC പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലയ്ക്കും വരും. ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താൽക്കാലിക ചുമതലയാണ്. ഞാനിപ്പോൾ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അത് തന്നെ ഉന്നതമായ ഒരു സ്ഥാനമാണ്. അതിനു പുറമെ ഇതൊരു ഉത്തരവാദിത്വമാണ്. പിന്നെ ഈ സമയത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയും രണ്ട് തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സ്ഥാനത്ത് വരുന്ന ഒരു DCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ഒരാൾക്ക് വളരെയേറെ പ്രവർത്തിക്കാനുള്ള സമയമാണ്. അത് തീർച്ചയായും ദീർഘനാളത്തെ എന്റെ പരിചയവും പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അത് പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും തലസ്ഥാന ജില്ലയെ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ദീർഘകാലത്ത് ഇപ്പോൾ ഈ ഇലക്ഷനോട് മാത്രമല്ല ഒരുപാട് സമരങ്ങൾ കൂടി നടക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് കരുതുന്നുണ്ട്. ഭാരിച്ച ഉത്തരവാദിത്വമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നടക്കുന്ന സമരവും പാർട്ടി പരിപാടികളും വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകും. നിലവിലുള്ള DCC പ്രസിഡന്റ് മാറാനുണ്ടായ സാഹചര്യം കൂടി ഒന്ന് യഥാർത്ഥത്തിൽ നേതാക്കൾക്ക് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്ന് തോന്നുന്നില്ലേ? അത് മാധ്യമങ്ങളിൽ വന്നത് ശരിയായ വാർത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സംഭവത്തിന് ശേഷം DCC പ്രസിഡന്റുമായി എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ രാത്രി അതിന്റെ പൂർണ്ണ തോതിലുള്ള സംഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ അത് കേട്ടപ്പോഴാണ് DCC പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു എന്നാണ് ഒറ്റ വാചകത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മാധ്യമങ്ങളത് പുറത്തുവിട്ട നിങ്ങൾ ആ സംഭാഷണം പൂർണ്ണമായും വിടണമായിരുന്നു. ഒരു DCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ആ ആളിനെതിരായി ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ സംഭാഷണം പൂർണ്ണമായി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ഞങ്ങളൊക്കെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതാണ്. ഒരു ബ്ലോക്ക് ഭാരവാഹി അവിടുത്തെ പ്രവർത്തക നേതൃത്വവുമായി തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലൂടെ പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ അദ്ദേഹത്തെ വിരട്ടുന്നതിന് വേണ്ടി വല്ലതും പറഞ്ഞിരിക്കും. അതിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പണങ്ങി നിന്നാൽ നമ്മൾ ഒരിടത്തും എത്തില്ല, അതുകൊണ്ട് നിങ്ങൾ യോജിച്ചു പോകണം, നമ്മുടെ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണമെന്ന് പറയുന്നത് ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉപയോഗിച്ചു പോയി എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. ഈ പ്രവർത്തനം ശക്തമാക്കുന്നതിനും അഭിപ്രായ വ്യത്യാസം മറന്നുകൊണ്ട് സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുക സ്വാഭാവികമാണ്, അതിൽ തെറ്റില്ല. പക്ഷെ ഉപയോഗിക്കുമ്പോൾ ചില വാക്കുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അതുമാത്രമാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന തെറ്റ്. ഇത്രയും ഈ സ്ഥാനത്തുനിന്ന് മാറേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആ സ്പീച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അത് ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ സംഭാഷണം നിങ്ങളുടെ കൈകളിലുണ്ട്. നിങ്ങൾ ചില ഭാഗം മാത്രമാണ് അടർത്തിയെടുത്ത് പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ട്, പാർട്ടി നേതൃത്വത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. ആ സംഭാഷണം പൂർണ്ണമായും നിങ്ങൾ ഒന്ന് പുറത്തു വിടണമെന്നാണ് പറയാനുള്ളത്. അല്ല, അത് ആർക്കും അത് ബോധ്യപ്പെട്ടില്ലല്ലോ. സംഭാഷണം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു രാജി സ്വീകരിക്കേണ്ടി വന്നു. ഒരു നല്ല DCC പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതാണ്. ആർക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. തലസ്ഥാന ജില്ലയുടെ അഭിമാനത്തിനനുസരിച്ചുള്ള നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു DCC പ്രസിഡന്റാണ് പാലോടി രവി. അദ്ദേഹത്തിന് ഇപ്പൊ മാറിയത് ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നാണ് എന്റെ അഭിപ്രായം. സംസാരിച്ചു വന്നപ്പോൾ വന്നുപോയ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് തെറ്റുള്ളത്. ഒഴിവാക്കേണ്ടതായിരുന്നു, അക്കാര്യം സംശയമൊന്നുമില്ല.
ഞാൻ KPC പ്രസിഡന്റിനോടോ മറ്റു നേതാക്കന്മാരോടോ അക്കാര്യം സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായും കേട്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇനി സംസാരിക്കും. ഞാനിപ്പോൾ പൂർണ്ണമായും അത് കേട്ടു. അത് ഇന്നലെ രാത്രിയാണ് ഞാൻ കേൾക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് DCC പ്രസിഡന്റുമായിട്ട് അതിനു മുൻപ് സംസാരിക്കാൻ അവസരമുണ്ടായെങ്കിൽ ഞാൻ അദ്ദേഹവുമായിട്ട് അത് സംസാരിക്കുമായിരുന്നു. എന്തായാലും ഇതൊരു ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകും. വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നത് വളരെ വളരെ വലിയ തെറ്റുകളാണ്. ഒരു വീട്ടിലുള്ള വോട്ടർമാർ ഒരു വാർഡിലും രണ്ടുപേരുണ്ടെങ്കിൽ ഭാര്യ ഒരു വാർഡിലും ഭർത്താവ് അടുത്ത വാർഡിലും. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓരോ താഴെത്തട്ടിലും മണ്ഡലങ്ങളിൽ ചെന്ന് വാർഡ് പ്രസിഡന്റുമാരുമായി ചർച്ച ചെയ്ത് ഇതിനുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നലെയും രാത്രി തീർന്നപ്പോൾ 8 മണിയായി. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ തെറ്റ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് 150 പേരുടെ വോട്ട് ഒരു ഭാഗത്തുമില്ല. സാധാരണ ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത വാർഡിലുണ്ട്, അതുമില്ല. അപ്പൊ അങ്ങനെ വരാവുന്ന തെറ്റുകൾ ബോധപൂർവം വരുത്തിയിരിക്കുന്നു. സത്യത്തിൽ ഇതാരാണോ ഇത്രയും വലിയ തെറ്റ് കാണിച്ചത് അവർക്ക് തക്കതായ ഉദ്യോഗസ്ഥന്മാർക്ക് ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ DCC പ്രസിഡന്റുമാർക്ക് മത്സരിക്കാൻ വിലക്ക് വന്നേക്കുമെന്നൊക്കെ ഉള്ള ഒരു ആലോചന, ഒരു പരിശോധന നടക്കുന്നുണ്ട്. പക്ഷെ മുഴുവൻ സമയ പ്രസിഡന്റ് ആകാൻ താങ്കളെ കിട്ടില്ലായിരിക്കും. ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായി. ഇപ്പൊ മത്സരിക്കാൻ പറഞ്ഞാൽ എനിക്ക് മത്സരിക്കേണ്ടി വരും, അക്കാര്യം സംശയമൊന്നുമില്ല. അതും പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസുകാർക്ക് ശത്രു കോൺഗ്രസുകാർ തന്നെയാണ്. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിനോ BJPക്കോ കഴിയില്ല. കോൺഗ്രസുകാർ തന്നെ എതിരായി വരുമ്പോൾ മാത്രമാണ് പരാജയപ്പെടുന്നത്. ഇപ്പൊ എന്തായിരുന്നാലും കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ഭരണം വരികയും കോൺഗ്രസുകാരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിൽക്കണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു വരികയാണ്. ഒരു അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന പ്രശ്നമൊന്നും ഞങ്ങൾക്കിപ്പോൾ ഇല്ല. ഇപ്പൊ എല്ലാവരും വരുന്ന മാനസികമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. 9.5 വർഷമായി കോൺഗ്രസിന് ഭരണമില്ല. ഇനി കോൺഗ്രസിന് ഭരണം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്ന നേതാക്കന്മാരും ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും സംശയമില്ല, കോൺഗ്രസിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ല. അത് പരിഹരിക്കപ്പെടും. ഒരു സന്തോഷമായി നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലുള്ള ഗ്രൂപ്പ് തിരിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ഇന്ന് കോൺഗ്രസിലില്ല. എല്ലാവരും ഗ്രൂപ്പിനതീതമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അല്ല, ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് ഇതുവരെ സംസാരിച്ചില്ല. അപ്പൊ സ്വാഭാവികമായും നിങ്ങളിലൂടെയാണ് ഈ വാർത്ത ഞാൻ അകത്തിരുന്നപ്പോൾ അറിഞ്ഞത്. ഇനി എനിക്ക് ഉടൻ തന്നെ പാർട്ടി നേതൃത്വവുമായി KPC പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാരുമായിട്ടെല്ലാം സംസാരിക്കേണ്ടി ഇരിക്കുന്നു. ആ സംസാരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത നടപടി.